നാരായണം. തപോവിദ്യാച വിപ്രാണം നിശ്രേയസകരെ ഉഭേ ത ഏവ ദുർവിനീതസ്യ കൽപ്പതേ കർത്തുർ അന്യത. തപസ്സും വിദ്യയും വിപ്രന്മാർക്ക് പരസ്പരം വളരെ ശ്രേയസ്കരമാണ്. തപോ വിദ്യാച വിപ്രാണം നീ ശ്രേയസ്കരെ ഉഭേ, വളരെ ശ്രേയസ് നൽകുന്നതാണ്. പക്ഷേ ത ഏവ ദുർവിനീതസ്യ കൽപ്പതേ കർത്തരന്യഥ, പക്ഷേ അവ തന്നെ ദുർവിനീതന്മാർക്ക്, അഹങ്കാരികൾക്ക് ദോഷത്തിന് കാരണമായിട്ട് മാറുമെന്നും പറഞ്ഞു. അപ്പോഴാണ് ആ കഥ അറിയണം എന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ആ കഥ അറിയണമെങ്കിൽ അതിന് മുമ്പിലത്തെ കഥ പറയേണ്ടിയിരുന്ന അവൾ പറഞ്ഞോളൂ, വിരോധമില്ല. അപ്പോൾ ഋഷിയുടെ മക്കൾ 4 പേരുണ്ടേ. അതിൽ ചെറിയ പയ്യൻ്റെ പേര് നഭകൻ. മറ്റ് സഹോദരന്മാരൊക്കെ സമർത്ഥന്മാരാണ്. അവരൊക്കെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊക്കെ മറ്റ് കച്ചവടങ്ങളും ജോലിയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോണു. ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടീനെ വിദ്യാഭ്യാസത്തിനെത്തി, ചെറിയവനെയുള്ളൂ. വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചാൽ എന്താ ഉണ്ടാവുക എന്നതിൻ്റെ ഫലമാണ്, സന്ദേശമാണ് ഈ കഥ നൽകുന്നത് എന്ന് പറയുകയാണ്. വന്നപ്പോഴേക്കും ഏട്ടന്മാരുടെയൊക്കെ പാർട്ടീഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വേലിയും കോലുമൊക്കെ എല്ലാ ഏട്ടന്മാരെ, വലിയേട്ടാ അതെന്താ, ഉണ്ണി നീ എപ്പോഴാണ് വന്നത്? ഞാൻ എന്താ വന്നേ ഉള്ളൂ. പഠിപ്പൊക്കെ കഴിഞ്ഞോ? ഗുരുനാഥൻ പോയിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം. അതേല്ലേ, ശരി, അത് നന്നായി. ഞങ്ങളിവിടെ ഭാഗം കഴിഞ്ഞു, ഞങ്ങളുടെ പാർട്ടീഷനൊക്കെ കഴിഞ്ഞു. അതെ, അറിയില്ല പാവേ, എന്താ ഭാഗം ഒന്നും അറിയില്ല. നിൻ്റെ ഭാഗം അച്ഛനാണ് കേട്ടോ. കണ്ടും കൃഷിയും പറമ്പും കെട്ടിടങ്ങളൊക്കെ ഓരോരുത്തർ സാമർഥ്യമുള്ളവരൊക്കെ ആക്കി, ഇവൻ്റെ ഭാഗം എന്താ അച്ഛനാണ്. പാവം നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛാ പിന്നെ ഭാഗം വയ്പ്പ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ആരേ പറഞ്ഞ? വലിയേട്ടൻ. എന്തൊക്കെയോ കാട്ടണോ അവർ. എൻ്റെ ഭാഗം അച്ഛനാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു. അത് ശരി, അങ്ങനെ പറഞ്ഞു അല്ലേ? സാരില്ല, അച്ഛൻ മതി കേട്ടോ. എൻ്റെ ഭാഗം അച്ഛനാണെങ്കിൽ അച്ഛൻ മതി. പാവം ഉള്ളത് കൊണ്ടൊക്കെ കഞ്ഞിയും വെള്ളമൊക്കെ കഴിച്ചങ്ങനെ കൂട്ടി. ഇതിൻ്റെ ഇടയിൽ ഇവൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അച്ഛൻ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അത്യാവശ്യം വേദമന്ത്രങ്ങളും സൂക്തങ്ങളും കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന്. മോനൊരു കാര്യം ചെയ്തോളൂ, അച്ഛൻ വിശേഷമായിട്ടുള്ളൊരു സൂക്തം പറഞ്ഞുതരാം. അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ യാഗം നടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഈ ആഹാരമൊക്കെ ഒരു പാകത്തിനല്ലാതെ കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരികയും ചെയ്യും, മയക്കവും വരും, മെമ്മറീനെയും ബാധിക്കും. മനസ്സിലായില്ലേ? വല്ലാണ്ട് അങ്ങോട്ട് ഓം എന്ന് പറഞ്ഞ് അങ്ങനെ അത് വയ്യ, വയ്യ, ഓം പിന്നെയും കുഴപ്പമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, അവർക്ക് കുറേ സമൃദ്ധിയുടെ നടുവിലിരിക്കുമ്പോൾ പലതും വീഴും. എൻ്റെ കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മന്ത്രം മറന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ നന്നായിട്ട് ജപിച്ച് ഒക്കെ വന്നോളൂ, ബാക്കി വഴിയൊക്കെ അവിടെ നിന്ന് തെളിഞ്ഞ് വന്നോളും കേട്ടോ എന്നും പറഞ്ഞയച്ച സൂക്തമന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ കേട്ടോ വട്ടത്തിലിങ്ങനെ ഇരിക്കുകയാണ് തിരുമേനിമാരൊക്കെ. അർച്ചന ചെയ്യേണ്ട ഓരോരുത്തർ സൂക്തമന്ത്രപ്പൻ തർച്ചം യോരാവണീയ മഹേഗാദം യജ്ഞാഗാദം ആർക്കും പരസ്പരം തോന്നുന്നില്ല. അച്ഛൻ പറഞ്ഞു ഫലിച്ചു എന്ന് കുട്ടിക്ക് മനസ്സിലായി. കുട്ടി നേരെ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് തൊഴുതു നിന്നിട്ട് ഓം തർച്ചം യോരാവൃണേ മഹേഗാദം യജ്ഞയാഗാദം യജ്ഞപതയേ ദേവീ സ്വസ്സരസന സ്വസ്സർ മാനുഷേഭ്യ ഊർദ്ധം ജഗാതു ഭേഷജം ശംനോ അസ്ഥിതപതേ ചം ചതുഷ്പതേ. ഭംഗിയായിട്ട് മന്ത്രം കണ്ട് ചൊല്ലി. അവർക്ക് കൗതുകമായി കേട്ടോ. ഈ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ചെല്ലും പറയുകയും ചെയ്ത് കണ്ടാൽ ഒരു കൗതുകമാണല്ലോ, ഒരു ഇഷ്ടം തോന്നുകയാണ്. വേഗം അവരത് അഡ്മിറ്റ് ചെയ്തു എന്ന് പറയാം. ആ കുട്ടിക്ക് ആ മെമ്മറി ഉണ്ടായല്ലോ, ഭംഗിയായിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ആരുടെ മകനാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇതിൻ്റെ ഇടയിൽ ഒരാൾ വേഗം കരിക്കും വെള്ളം കൊടുത്ത് കുട്ടി ഇത് കുടിക്കുമനെ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം ആ കരിക്ക് അങ്ങോട്ട് വെട്ടിയിട്ട് അങ്ങോട്ട് കുടിച്ചു. തണുപ്പായില്ലോ അല്ലേ? അപ്പോഴേക്കും 2-3 ഉണ്ണിയപ്പായിട്ട് ഒരാൾ വന്നു. കഴിക്കൂ കൂട്ടാ എന്നും പറഞ്ഞിട്ട് ഉണ്ണിയപ്പം കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു വിദ്വാൻ എന്ത് ചെയ്തറിയോ, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അത് ഊരിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് പറയുമ്പോൾ പുഴക്കാട്ടിരിയിൽ ഒരു യജ്ഞമുണ്ടേ. പുഴക്കാട്ടിരി അറിയോ? വളാഞ്ചേരി അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് വളാഞ്ചേരി റോഡിൽ അവിടെ ഒരു വെളിച്ചപ്പാടിൻ്റെ ഒരു സ്ഥലത്ത് നമ്മളൊരു 4 ദിവസം പ്രഭാഷണം ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം ഈ വിദ്വാൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെളിച്ചപ്പാട്. സ്റ്റേജ് ഇത്തിരി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിചാരം എന്താ വെച്ചാൽ ഈ പാടണത് മൊബൈൽ പിടിക്കാമെന്നാണ് ധാരണ. ഗുരുവായൂരപ്പൻ്റെ കളഭെന്നുള്ള പാട്ടാണ് പാടിയതേ. പാട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അടുത്തേക്ക് വന്നു.
ചിലപ്പോൾ വൺസ് മോർ പറഞ്ഞിട്ട് ഒന്നും കൂടി പറയുമെന്ന് കാരണം നമുക്കാണെങ്കിലും നമ്മൾ സംഗീതം പഠിച്ചിട്ടില്ല, രാഗമില്ല, നമ്മളൊരൊറ്റ രാഗ താന്തോന്നി രാഗ, ഒരു രാഗ അതേ രാഗാവില്ല അടുത്ത തവണ പാടുമ്പോൾ. ഇങ്ങനെയാണ് നമ്മുടെ കോലം. ഭഗവാൻ എന്തിനാ നിൽക്കണാവോ എന്ന് വിചാരിച്ചു. അദ്ദേഹം എന്താ ചെയ്തറിയോ, വേഗം അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെ മോതിരം ഊരി അങ്ങോട്ട് ഇട്ടു വന്നു. ഞാൻ ആ പാട്ട് കൂടുതൽ ആവർത്തിച്ചില്ല, കാരണം ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ മോതിരം ഊരിയപ്പോൾ അറിയില്ലല്ലോ, ഓരോരുത്തരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ബ്രേസ്ലെറ്റ് ഊരിയിട്ട് കുട്ടിക്ക് കൊടുത്തു. ഒരാൾ ഡബിൾ വേഷിയും മുണ്ടും രണ്ടാം മുണ്ടും ഒക്കെ കൊടുത്തു. ധാരാളം പണവും കിട്ടി. ഇതൊക്കെ ഡബിൾ വേഷി മടക്കിയിട്ട് അതിൽ വെച്ചിട്ട് കിഴിയാക്കി കെട്ടിയിട്ട് എടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ ഒരു കറുപ്പുമല്ല നീലയില്ലാത്തൊരു നിലയിൽ നല്ലൊരു ഒത്തൊരാൾ വന്നിട്ട് പറഞ്ഞു, കുട്ടി എന്നെ അറിയോ? ഇല്ല. ഞാൻ രുദ്രൻ എന്നാണ് എൻ്റെ പേര് കേട്ടോ. എന്താ മോൻ്റെ പേര്? അപഹൻ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൽ ബാക്കി ശേഷിച്ച യജ്ഞത്തിൻ്റെ ശിഷ്ടങ്ങളൊക്കെ രുദ്രാംശം എന്നാണ് പറയുക. എനിക്ക് അവകാശപ്പെട്ടതാണ്, രുദ്രൻ എന്നാണ് എന്നെ വിളിക്കേ. അച്ഛനത് പറഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അച്ഛനോട് ചോദിച്ചോളൂ കേട്ടോ. കുട്ടി നേരെ പോയിട്ട് കഥകളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുമാതിരി സൂക്ത മന്ത്രങ്ങളൊക്കെ ചൊല്ലി തിരുമേനിമാർക്കൊക്കെ വലിയ ഇഷ്ടമായി. ഒരാൾ കരിക്കും വെള്ളം തന്നു, ഉണ്ണിയപ്പം തന്നു, പിന്നെ കയ്യിലത്തെ വള ഊരി തന്നു, കുറേ പൈസയും തന്നു, മുണ്ടും തന്നു. അതൊക്കെ വലിയൊരു മുണ്ടിൽ ഇങ്ങനെ വെച്ച് കെട്ടി കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു സൈസുള്ളൊരു അങ്കിള് വന്നിട്ട്, ഒരു അമ്മാമ വന്നിട്ട് രുദ്രമാമയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ ചോദിച്ചു. ഇല്ല പറഞ്ഞു. അപ്പോൾ അച്ഛനങ്ങോട്ട് എണീച്ചു നിന്നു. അദ്ദേഹത്തിനെ കണ്ടുവോ? സംസാരിച്ചു. അദ്ദേഹം ആണങ്ങോട്ട്. ഭഗവാനേ, അദ്ദേഹം സംസാരിക്കുകയും ചെയ്തോ? സ്വപ്നത്തിൽ കണ്ടാൽ തന്നെ വലിയ ഫലല്ലേ ഉണ്ണി, സാക്ഷാൽ ഭഗവാനല്ലേ ഇത്. എന്താ ഇതിൽ പരമഭാഗ്യം. കുട്ടി നേരെ അച്ഛൻ കണ്ണുന്നോട് വെള്ളം പറയുന്നത് കരയാൻ തുടങ്ങി. നേരെ വന്നിട്ട് പറയണേ, രുദ്രമാമേ നിങ്ങൾ വലിയ ആളാണല്ലേ, നിങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ വെള്ളമൊക്കെ വന്നു. ഇപ്പം എന്നാൽ എടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. എന്ത് ഈ ബാക്കിയുള്ളതൊക്കെ. അപ്പം അദ്ദേഹം ചിരിച്ചിട്ട് ആശ്ലേഷിച്ചിട്ട് ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനോ എനിക്കൊന്നും വേണ്ട, ഞാൻ എടുക്കണ ആളല്ല, ഞാൻ കൊടുക്കണ ആളാണ്. പക്ഷേ കൊടുക്കാൻ മടിയുള്ളവരടുത്ത് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ, നന്നായി വരും എന്നും പറഞ്ഞിട്ട് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടു എന്ന് പറയുകയാണേ. അതിനുശേഷം എന്തായി, ഈ വിഷയം കർണികയ സകല ഭാഗത്തും സ്പ്രെഡ് ചെയ്തു. പിന്നെന്താ, ഈ മിടുക്കൻ അവസരമായി. അങ്ങനെയാണല്ലോ, ഈശ്വരലാഭം ഉണ്ടായി കഴിഞ്ഞാൽ വല്ല നേട്ടവും പിന്നെ വേറെ വേണോ? വേണ്ട. എണീക്കാൻ വയ്യെങ്കിലും ആചാര്യന്മാരെയും മഹാത്മാക്കളെയൊക്കെ ആളുകൾ എടുത്തിട്ടെങ്കിലും കൊണ്ടുപോയിട്ട് ആ കാല് ഞങ്ങളുടെ മുറ്റത്ത് പെട്ടാ സന്തോഷം എന്നാ പറയുകയെ. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ജനിച്ച ആളാണ് അംബരീഷൻ. രാജ്യഭാരമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ട എന്താണെന്ന് വെച്ചാൽ ഏകാശിക വിഷ്ണു ഭക്തനാണ്. ഏകാദശി വ്രതം ചിട്ടയായിട്ട് അനുഷ്ഠിക്കും. തലേദിവസം മുതൽക്ക് അതിൻ്റെ തയ്യാറെടുപ്പുണ്ടാവും. ദ്വാദശി പാരണ വീട്ടിയിട്ട് ആഹാരം കഴിക്കൂ. ആര് വന്നാലും അതിഥികൾക്ക് ഊട്ടി, അങ്ങനെയൊക്കെയാണ് ആ ചിട്ടയിട്ട് പോവുകയാണ്. ഒരു ദിവസം ഇദ്ദേഹത്തിന് പാരണയ്ക്ക് വീട്ടിൽ ഇത് ചെയ്യാൻ ദാനത്തിനായിട്ടുള്ള ബ്രാഹ്മണന്മാരെ ആരും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുർവാസാവ് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. മഹാത്മൻ ഇന്നത്തെ ഭിക്ഷ ഇവിടുന്ന് ആവാം. ആവട്ടെ, എന്നാൽ ഞാനൊന്ന് കുളിച്ചു വരാം. നേരെ നദിക്കരയിലേക്ക് പോയി. ഈ സ്വാമിമാരും ഒക്കെ അത്യാവശ്യം പ്രബലന്മാരും പ്രബുദ്ധന്മാരും ഒക്കെ പ്രചാരമുള്ള ആളുകളൊക്കെ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പോയമാതിരി പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ സമയം വൈകിക്കൊണ്ടിരിക്കണല്ലോ. ഭഗവാൻ ഇദ്ദേഹം കുളിക്കാമെന്ന് പറഞ്ഞു പോയാൽ എന്താ അപ്പോൾ അത് തിഥി മാറുമല്ലോ എന്ന് വിഷമായി ഇദ്ദേഹത്തിന്. തിഥി മാറുമല്ലേ, യാമങ്ങൾ കഴിഞ്ഞാൽ തിഥി മാറില്ലേ. അപ്പോൾ കാര്യസം പറഞ്ഞു, തിരുമനസ് വിഷമിക്കേണ്ട. അപ്പം അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ലേശം തുളസി തീർത്തെടുത്തിട്ട് പാരണ പോരെ. അതൊരു ശരിയാട്ടോ, ഒന്നവൻ അങ്ങനെ ആവാം. ലേശം തീർത്തെടുത്തിട്ട് പാരണ. അപ്പോഴേക്ക് ഇദ്ദേഹം വരികയും ചെയ്തു. വന്ന് നോക്കിയപ്പോൾ കണ്ടെന്തറിയോ, ചുണ്ടൊക്കെ നനഞ്ഞിരിക്കണം മുഖം. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ധരിച്ചു, ആഹാരം കഴിച്ചു കൊൽക്കുഴിഞ്ഞതാ, ചുണ്ട് കഴിക്കതാ. അപ്പോൾ മഹാത്മാക്കൾക്ക് വെച്ചിട്ട് അവർ കഴിക്കുന്നതിന് മുമ്പ് വീട്ടുകാർ കഴിച്ചാൽ അത് ശരിയല്ല, അത് നിന്ദിക്കുന്ന മാതിരിയാണ്. മറ്റേ ഉച്ഛിഷ്ടമായാലോ. അതിലങ്ങോട്ട് ദേഷ്യം വന്നു. വിളിച്ചു വരുത്തി അപമാനിക്കുക, മൂഢ, ഇതിൻ്റെ പണി ഞാൻ തരും എന്ന നിലയിൽ അദ്ദേഹം ഒരു ഭൂതത്തെ സൃഷ്ടിച്ച് ഇദ്ദേഹത്തിനെ ഭേദ്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു എന്നാണ്. ആ ഭൂതം അംബരീഷനെ പിടിക്കാനങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിടിക്കാനോ ഓങ്ങിയപ്പോഴത്തേക്ക് എവിടുന്നൊരു ലക്ഷ്യം എന്നൊരു ചക്ര അവിടെ നിന്ന് അങ്ങോട്ട് പുറത്ത് ചാടിയിട്ട്
ഈ ഭൂതത്തിൻ്റെ കഥ കഴിച്ചു. സ്വാമിയുടെ നേരേക്ക് ഓടി. സ്വാമി ചക്രം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സ്വാമി അവിടെ ഒഡി എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ ബ്രഹ്മസഭയിലേക്ക് ഓടി. ബ്രഹ്മാവ് എന്താ അങ്ങനെ സ്പീഡിൽ ഓടി വരുന്ന ദുർവാ ചോദിച്ചു. അതേ ചക്രം പിന്നാലെയുണ്ട്. എന്താ ഉണ്ടായത് മുഴുവൻ പറയാൻ സമയമില്ല. കാര്യം സുമാർ സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച രക്ഷയില്ല. വിഷ്ണുവിനെ കണ്ടു, മഹാവിഷ്ണുവിനെ കണ്ടോ. ചക്രം അദ്ദേഹത്തിൻ്റെ ആവുമല്ലോ, അംബരീഷനല്ലേ. നേരെ ഓടി വൈകുണ്ഠത്ത് പോയി. വൈകുണ്ഠത്തിൽ പോയപ്പോൾ ചക്രം എന്ത് ചെയ്തറിയോ, പുറത്തിങ്ങനെ നിന്ന് കറങ്ങാണ്. ഉള്ളിൽ കയറി മറ്റേ ആൾ. ഉള്ളിൽ കയറി ഉപദ്രവിച്ചില്ല കേട്ടോ. ഇങ്ങോട്ട് അങ്ങനെയാണ് ചിലപ്പോൾ ഈ പട്ടി ആട്ടി കഴിഞ്ഞാൽ മരത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ചുവട്ടിൽ നിന്നിട്ടൊരു കുരല്ലേ ഇറങ്ങിയാൽ കാണിച്ചു തരാറുണ്ട്. ഇതേ ജാതി ഇങ്ങനെ ഒരു കറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാൻ നോക്കി, ഭഗവാൻ തൊഴുതു. കിതയ്ക്കുന്നുണ്ട് പാവം. ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ എന്തായി, ആശ്വാസമായി. കിതപ്പൊക്കെ പോയി. എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ ദുർവാസാവേ, അഹം ഭക്തപരാധീന ഹ്യസ്വതന്ത്രവദ്വജാഹ. ഞാൻ ഭക്തപരാധീനാണ് കേട്ടോ. ഞാനതിൽ ഇടപെടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. എന്നാൽ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ആയിരിക്കണോ. അതിൻ്റെ ഉപയോഗം ചിലപ്പോൾ എപ്പോഴാവും വന്നത്. അദ്ദേഹവും അങ്ങനെയൊന്നും ഒരു ആവശ്യപ്പെടുന്ന ആളല്ലല്ലോ. അപ്പോൾ എനിക്കതിൽ നിയന്ത്രണമില്ല. അദ്ദേഹത്തിനെ തന്നെ കാണണം കേട്ടോ, എനിക്ക് അധികാരമില്ല. ഭഗവാൻ കൈയൊഴിഞ്ഞു. നേരെ ഓടി അംബരീഷിൻ്റെ അടുത്തേക്ക്. ക്ഷമിക്കണം കേട്ടോ, അങ്ങയുടെ മഹത്വം മനസ്സിലായില്ല. ഭഗവാൻ അങ്ങേ തന്നെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സമസ്താപരാധം പറയുമ്പോഴത്തേക്ക് എന്തായി, അദ്ദേഹവും കൂടി രണ്ടുപേരും വീണ് നമസ്കരിച്ച് പരസ്പരം. അങ്ങനെയാണ് നമ്മളെ അഹങ്കാരിയാക്കരുതേ എന്നും പറഞ്ഞിട്ടാണ്. കാരണം അദ്ദേഹം പ്രയോഗിച്ചല്ലോ, സ്വയം സംഭവിച്ചതല്ലേ. അങ്ങനെ രണ്ടുപേരും പരസ്പരം ആശ്ലേഷിച്ചു എന്ന് പറയുകയാണ്. അതിൻ്റെ സന്ദേശമായിട്ടാണ് പറഞ്ഞത്, വിനയം ഉള്ള ആൾക്ക് വിദ്യ ഭൂഷണമാണ്, ദുർവിനീതന് വിദ്യ അപകടകാരണമായിട്ട് മാറും എന്നൊരു സന്ദേശം. പിന്നീട് ആ വംശപരമ്പരയിൽ സൗഭരി എന്നുള്ളൊരു മഹർഷി ഉണ്ടായി. അദ്ദേഹത്തിന് ജലത്തിലിരുന്നിട്ട് തപസ് ചെയ്യണം. അപ്പോൾ ജലജീവികളായിട്ട് ഒരു 10-12 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ കുളത്തിലെ മീനുകളായിട്ടൊക്കെ കമ്പനിയായി. ഇന്ന് കോലിനാരായണ കാണാനില്ല, നിർക്കോലിയെ പറയണേ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പേരൊക്കെ ഇട്ടു. അപ്പു, അപ്പൻ, കുഞ്ഞൂട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് ചുട്ടിയുള്ളൊരു മീനുണ്ട്, അവനെ കുഞ്ഞൂട്ടൻ എന്നാണ് വിളിക്കുക. അങ്ങനെ ഇവരെ തമ്മിൽ കമ്പനിയായി. അവർ ഭാഷയൊക്കെ മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞൂട്ടൻ്റെ പെങ്ങളുണ്ട്. ഒരു പുള്ളിക്കാരത്തി, ഒരു പ്രത്യേക പുള്ളിയാണ്, ഒരു കൊണിച്ചിലേരിയാണ്. അവൾക്കൊരു പുതിയൊരു സംബന്ധം ഉണ്ടായി. അങ്ങനെ ഇവർ തമ്മിലിങ്ങനെ വെള്ളത്തിലിങ്ങനെ ചെല്ലിമുള്ളം കാടുകളിൽ ലെല്ലെല്ലാം പാടുന്ന കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി, ഈ കുഞ്ഞു മത്സ്യങ്ങൾക്കൊക്കെ ഈ ജാതി പ്രയോഗം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെറുതായിട്ടൊരു കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം. അങ്ങനെ തോന്നൽ പുള്ളിക്ക് വന്നു കേട്ടോ. ഏതായാലും നേരെ പുറത്ത് കയറി സദസ്സിൽ പോയി. രാജാവ് മാന്ധാനാണ് രാജാവ്. മാന്ധാൻ രാജാവാണ്. അദ്ദേഹത്തിന് 50 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ ജടയും മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിന് കയറിയുള്ള വരവാണല്ലോ. മഹാത്മാവാണ്, അറിയാം, കേട്ടറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലേറ്റേ കണ്ടിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ. നമസ്കാരം. എന്താണാവോ അവിടത്തേക്ക് അടിയൻ സേവ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. മഹാരാജാവേ, അങ്ങേക്ക് കുറച്ച് പെൺകുട്ടികളുണ്ടെന്നുള്ള കാര്യം ഞാൻ കേട്ടറിഞ്ഞു. ഞാനിപ്പോൾ ഒന്ന് വിവാഹ ജീവിതം അങ്ങനെ അതിലേക്ക് പ്രവേശിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. രാജാവ് അന്തം വിട്ടു. ഭഗവാനെ, തൻ്റെ മക്കളെ ചോദിക്കേണ്ടതേ, ഈ ഉണക്കസ്വാമി താടിയും ചടയൊക്കെ പാടി എങ്ങനെ ഇപ്പോൾ ഇയാൾക്ക് നമ്മുടെ കുട്ടികളെ പിടിച്ചു കൊടുക്കുക? ഭഗവാൻ, അവർക്ക് ഒരു മാച്ച് ചെയ്യും വേണ്ടേ, ഇപ്പോൾ അവർക്ക് ഇഷ്ടമാവും വേണ്ടേ. പക്ഷേ ഈ സ്വാമിമാരാകുമ്പോൾ സിദ്ധന്മാരെ എങ്ങനെ പ്രതികരിക്കാമെന്നറിയില്ല. എന്താ ഇപ്പോൾ ഇവരെ കോലെന്നും അറിയില്ല. രൂപം മാറാനും കഴിവുണ്ടാവും, സിദ്ധിയുള്ളവർക്ക് അങ്ങനെ പലതും ഉണ്ടാവും. എന്താ ആ കൺഫ്യൂഷനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം അങ്ങക്ക് അങ്ങയുടെ ശൈലികൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരാളെ അങ്ങക്ക് കൂട്ടാം. അപ്പോൾ കേടില്ലാതെ പറഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ ഒരു വാക്ക് എന്ന് ആലോചിച്ചപ്പോൾ, സൗന്ദര്യാഭിമാനം ഇതാണല്ലേ. ആളുടെ രൂപം നോക്കിയിട്ടുള്ളതാണ് മൂപ്പരെ പ്രയോഗം. ശരി. ഓം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹേ തന്നോ അനംഗപ്രചോദയാത്. ആള് സുന്ദരനായി, കാമദേവനുമായി അന്തപുരത്തിലേക്ക് അങ്ങോട്ട് പോയപ്പോൾ 50 പിന്നാലെ അങ്ങോട്ട് പോയി പറയണം. അങ്ങനെ അപ്പോൾ ഈ തപസ്സിൻ്റെ വൈഭവം മനസ്സിലായപ്പോൾ ഈ മാന്ധാൻ രാജാവ് പിന്നീട് മഹർഷിയായിട്ട് മാറി. അദ്ദേഹത്തിനൊരു മകനുണ്ടായി, മുച്ചുകുന്ദൻ പേര്. അങ്ങനെ ആ വംശപരമ്പരകൾ ഇങ്ങനെ വളർന്നു വരുന്നു. അതിൻ്റെ ഇടയിൽ കഥകൾ എത്ര പറഞ്ഞാൽ തീരുക ഭഗവാനെ, അല്ലേ? അവസാന ദിവസം നല്ല പ്രശ്നമാണ് പറഞ്ഞു തീർക്കണമെങ്കിൽ. പിന്നീട് ഹരിചന്ദ്രനുണ്ടായി. ഹരിചന്ദ്രൻ്റെ കഥ ദേവീഭാഗവത്തിലാണ് കൂടുതൽ വർണ്ണിക്കുക. സത്യനിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് 3 ലോകങ്ങളെയും കീഴടക്കുന്ന തരത്തിൽ ഉള്ള ഒരു ധർമ്മരാജാവും മറ്റുമൊക്കെ അദ്ദേഹത്തിനെ വന്ന് കണ്ടിട്ട് സ്വർഗത്തിലേക്ക് വലിയ വിമാനത്തിൽ കൂട്ടിയിട്ട് പോവുകയാണ് ചെയ്തത്.
മനസ്സിലായില്ലേ? ആദ്യമൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ദത്തെടുത്ത മകനെ ബലി കൊടുക്കാനൊക്കെ തയ്യാറാവുന്ന രീതിയൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചാൽ പോലും പിന്നീട് അദ്ദേഹം വലിയ കീർത്തിമാനായിട്ട് മാറി ആ സ്വന്തം നിഷ്ഠ കൊണ്ട് എന്നാണ്. പിന്നീട് ആ വംശത്തിൽ സകര രാജാവുണ്ടായി, യാഗയജ്ഞങ്ങളൊക്കെ നടത്തി. അപ്പോൾ വിജയത്തിനായി കൊണ്ട് അശ്വത്തെ അയച്ചപ്പോൾ അവർ യജ്ഞങ്ങൾ വളരെ കൂടിയപ്പോൾ അത് തന്നെ ബാധിക്കുമോ എന്ന് ഭയന്നിട്ടുള്ള ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അശ്വത്തെ വീണ്ടെടുക്കാനായിട്ട് പുറകെ പോയപ്പോൾ പിടികൂടും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഭയന്നിട്ട് ഒരു ഭൂമിയുടെ ഒരു നിലവാരം താന്നിട്ട് കുറച്ച് ഭാഗത്ത് ഒരു ഗുഹമാരിയുള്ളൊരു ഭാഗമാണ്. അവിടെ ചെറിയൊരു വൃക്ഷമൊക്കെ ഉണ്ട്, കുറച്ച് താഴ്ന്നൊരു പ്രദേശമാണ്. അവിടെ തപസ്സിലിരിക്കുകയാണ് ആര്? കപിലമൻ. അദ്ദേഹം ഇരിക്കുന്ന തപസ്സിരിക്കുന്നതിൻ്റെ പിന്നിലൊരു വൃക്ഷമുണ്ട്, അതിൻ്റെ വേരിങ്ങനെ പുറത്ത് ചാടിയിട്ടുണ്ട്. അതുമിൽ കൊണ്ടുപോയിട്ട് ഈ കുതിരേനെ കിട്ടിയിട്ട് വേഗം എസ്കേപ്പായി. കാരണം ഇവരെ പിടികിട്ടി കഴിഞ്ഞാൽ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നറിയില്ല, വീശി കഴിഞ്ഞാലേ ഇന്ദ്രനാവണ്ടല്ലോ, കഴുത്തിൽ വാള് വീണ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ. അങ്ങനെ വേഗം ഇവർ വന്ന് നോക്കിയപ്പോൾ ഇന്ദ്രൻ മറയും ചെയ്തു. വന്ന് നോക്കിയപ്പോൾ അന്തർധാന സിദ്ധി ഉണ്ടല്ലോ, മറയാനുള്ള സിദ്ധിയുണ്ട്. കണ്ടത് ഒരു സ്വാമി ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്, പിന്നിൽ കുതിരയും. അത് ശരി, കള്ളസ്വാമി വേഷം കെട്ടിയിട്ട് ഇപ്പോൾ ആളുകളെ പറ്റിക്കാനുള്ള പണിയായിട്ട് നടക്കുകയാണ്. നമ്മുടെ കുതിരയെ ഇവിടെ കൊടുന്ന് കെട്ടിയെന്ന് ഒരൊറ്റ ചവിട്ടാ സ്വാമീനെ. ചവിട്ടി എന്ന് പറഞ്ഞാൽ ചവിട്ട അവിടെ എത്തിയില്ല കേട്ടോ. അതിനു മുമ്പ് ഇദ്ദേഹം ഒന്ന് കണ്ണ് മിഴിച്ചപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ ആ യോഗശക്തി കൊണ്ട് നേത്രത്തിൽ നിന്ന് അഗ്നി ഉണ്ടായിട്ട് സകരൻ ഭസ്മായിട്ട് മാറി. അല്ലാത്ത വിഷമായി. അപ്പോൾ ആ ബാക്കിയുള്ള ആളുകളെല്ലാവരും കൂടി ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ച് പരിശോധിച്ചപ്പോൾ മഹാത്മാക്കളെ എപ്പോഴും വന്ദിക്കുക, പൂജിക്കുക സാധിച്ചാൽ, കാരണം അതുകൊണ്ട് വലിയ ലാഭങ്ങളുണ്ടാവും. പക്ഷേ മറിച്ചാവുമ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടാവും. അതാണ്, അങ്ങനെയാണ്. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ആ കുലം പവിത്രമാവണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുണ്യനദിയെ കൊടുന്നിട്ട് ശുദ്ധീകരിക്കാന്നല്ലാതെ വേറെ വഴിയില്ല. പുണ്യം പറഞ്ഞാൽ ഗംഗ, വിഷ്ണുപതിയെ കൊണ്ടുവരിക, എന്നിട്ട് ശുദ്ധീകരിക്കുക. അങ്ങനെ അദ്ദേഹം അസമഞ്ജസ് പോയി തപം ചെയ്തു, സാധിച്ചില്ല, പോയി. അംശുമാൻ പോയി മകനായിട്ടേ, സാധിച്ചില്ല, തിരിച്ചുപോയി, മരിച്ചുപോയി. ദിലീപൻ സാധിച്ചില്ല, പോയി. പിന്നീട് ആ വംശത്തിൽ ഭഗീരഥൻ. അപ്പോഴേക്കും 2-3 തലമുറകൾ ഇങ്ങനെ പോയി. അപ്പം അദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല, എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ 2-3 തലമുറകളായി ഇപ്പം അങ്ങനെ ജനിച്ച് ഇവരിങ്ങനെ സാധിക്കാതെ കണ്ട് തപസ് ചെയ്തിട്ട് പോകണു. അതുകൊണ്ട് പരീക്ഷിക്കരുത്, ആഗ്രഹം സഫലാക്കി തരണം. ആ കുലം അഭിവൃദ്ധിയോടുകൂടി നിൽക്കാനായിക്കൊണ്ട്, ആ ദോഷമില്ലാതാവാനായിക്കൊണ്ട് ഗംഗാമാതാവേ വരില്ലേ, അങ്ങ് കൃപാലുവായിട്ടുള്ള മഹാദേവൻ്റെ പത്നിയല്ലേ എന്നൊക്കെ മഹാദേവനെയും കൂടി കൂട്ടിയിട്ട് ദേവിയെ വിളിച്ചപ്പോൾ പിന്നെ വേറെ വഴിയില്ല. അങ്ങനെ ഗംഗാമാതാവ് പ്രത്യക്ഷനായി. ബ്രഹ്മദേവൻ മധ്യസ്ഥം പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് പതിക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദം സഹിക്കില്ല എന്നുകൊണ്ട് ഭഗവാൻ അത് ശിരസിൽ ധരിച്ചോളാം എന്ന് ഭഗവാൻ ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ ഭഗീരഥൻ്റെ ആ കഠിന പ്രയത്നം കൊണ്ട് അമ്മയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അളകാനന്ദ എന്നും സീത എന്നും ചക്ഷുസ് എന്നും ഭദ്ര എന്നൊക്കെ 4 നാമധേയമുണ്ടെങ്കിലും ഗംഗ എന്നും പിന്നെ ഭൂമിയിലേക്ക് പതിച്ചൊഴുകുന്ന ഭാഗത്ത് ഭഗീരഥി എന്നും ഗംഗയ്ക്ക് നാമധേയമുണ്ട്. ഭഗീരഥനാൽ കൊണ്ടുവരപ്പെട്ടത് എന്നതുകൊണ്ട് ഭഗീരഥി എന്നും കൂടി. അതുകൊണ്ട് കഠിന പ്രയത്നം ചെയ്യുന്നതിനൊക്കെ ഒരു വാക്ക് വന്നു അന്ന് മുതൽക്ക്. എന്താ അത്? ഭഗീരഥ പ്രയത്നം എന്നാണ് പറയുക, അല്ലേ? പിന്നീട് ആ വംശപരമ്പരയിൽ അങ്ങനെ സൂര്യവംശമാണ്. അതിൽ ദശരഥ മഹാരാജാവിന്, കശ്യപനാണ് കേട്ടോ, ശാപഫലമായി കൊണ്ട് ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന് പുത്രനായിക്കൊണ്ട് ധർമ്മവിഗ്രഹനായുള്ള ശ്രീ രാമചന്ദ്ര പ്രഭു. കാരണം ജയവിജയന്മാർക്ക് ശാപ അനുഗ്രഹം കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? 3 ആവർത്തി അസുരയോനിയിൽ പിറന്ന് വിദ്വേഷഭക്തിയോട് കൂടിയിട്ട് തിരിച്ചെത്താനാണ്. അപ്പോൾ ആദ്യത്തേത് എന്തുണ്ടായി? ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും. അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായിട്ടും നരസിംഹമായിട്ടും ഉണ്ടായി. അപ്പോഴേക്കും യുഗം മാറി, ത്രേതായുഗമായി. ത്രേതായുഗത്തിൽ രാവണ കുംഭകർണന്മാരായിട്ട് വിശ്രവസ് മഹർഷിക്ക് മക്കളായിട്ട് ഇവർ ജനിച്ചു. ഭഗവത് ദേശികളായിട്ടും ഋഷികളെ ഉപദ്രവിക്കുന്നതായിരിക്കും ആളുകളായിട്ടും സ്വാമിമാരെ ആചരണങ്ങൾ കേടുവരുത്താമെന്നാണ്. അസുരന്മാരുടെ പ്രത്യേകമായിട്ടുള്ള പരിപാടി എന്താ മനസ്സിലായോ? പക്ഷെ അവർ വേറെ കാര്യങ്ങൾ രഹസ്യമായിട്ട് മുറിയുടെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് ചെയ്യും. മറൈൻ ഡ്രൈവ് ആരാധന,
എങ്ങനെയൊക്കെയുള്ള മതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവർക്ക് താല്പര്യം പോവും. മനസ്സിലായില്ലേ? മഹാത്മാക്കളെ നിന്ദിക്കുക, ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെ സ്വനാശത്തിനായിക്കൊണ്ട് അസുരന്മാർക്ക് ഇത്തരം കാര്യങ്ങളാണ് തോന്നുക എന്ന് പറയണേ. ആര് പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെയാണ്, ഒന്നുകൂടി അധികം ചെയ്യും എന്നാണ് പറയുക. അങ്ങനെയാണ് ഇവരുടെ സമ്പ്രദായം. ഏതായാലും ആ കുംഭകർണന്മാരെ വധിച്ച് രക്ഷിക്കാനായിക്കൊണ്ട് ദീർഘബാഹുക്കളായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു അനന്തൻ ലക്ഷ്മണനായിട്ടും ശംഖചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാരായിട്ടും ജനിച്ചു. അനന്തരം പിന്നീട് നിമി ചക്രവർത്തിയുടെ ഇതിലാണ് വിദേഹൻ എന്ന നിലയിൽ ജനകൻ ജനിച്ചത്. അതിനു മുമ്പായിട്ട് കുശധ്വജന്മാരുടെ പുത്രിയായിക്കൊണ്ട് വേദവതി ജനിക്കേണ്ടായി. വേദവതി എന്ന് പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ജനിച്ച മാത്രമേ വേദശബ്ദം ഉച്ചരിച്ചിട്ടാണ് ആ കുട്ടി കരഞ്ഞത്. അങ്ങനെ വേദവതി. ആ ജന്മനാൽ തന്നെ തപസ്സംസ്കാരത്തോടുകൂടി ജനിച്ച ആ കുട്ടി തപസ്സിനായിക്കൊണ്ട് പോയി ബാലാവസ്ഥയിൽ. ആ തപസ്സിൻ്റെ തേജസ് ഇങ്ങനെ ലോകം മുഴുവൻ അങ്ങനെ പരന്നു ഇരിക്കുമ്പോൾ സഹോദരനായിട്ടുള്ള വൈശ്രവണൻ്റെ വിശേഷമായിട്ടുള്ള പുഷ്പകം എന്ന പേരുള്ള വിമാനത്തെ ബലമായിട്ട് അപഹരിച്ചിട്ടുള്ള വിശ്രവസ്മുനിയുടെ മറ്റേ മകനായിട്ടുള്ള രാവണൻ ലോകം കറങ്ങുമ്പോൾ ഒരു തേജസ് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ആകർഷിക്കാനായിട്ട് തോന്നിയപ്പോൾ അതിൻ്റെ അടുത്ത് വിമാനം നിർത്തി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേദവതിയെ കണ്ടു, അഭിവാദ്യം ചെയ്തു. അപ്പോൾ അവളും അതിഥി എന്ന നിലയിൽ സ്വാമിക്ക് ഇവിടെ നിന്ന് ഭിക്ഷയാവാം ഇന്നത്തെ എന്ന നിലയിൽ സ്നേഹപൂർവ്വം ഭിക്ഷ നൽകാനായിട്ട് ഒരുങ്ങുന്ന മാത്രയിൽ പെട്ടെന്ന് കയറി പിടിച്ചളഞ്ഞു. അങ്ങനെയാണ്. ചുറ്റും ആളില്ല എന്ന് കണ്ടപ്പോൾ ഒരു വ്യക്തിയുടെ ആ സംസ്കാരം മനസ്സിലാവുന്നത് വെളിച്ചം കുറയുമ്പോഴും ഏകാന്തതയിലുമാണ് അല്ലേ? അതെ. അതിൽ അവളൊരു ഭാവമാറ്റത്തോടൊരു നോട്ടം നോക്കിയപ്പോൾ ഈ വിദ്വാന് കൈലാസമെടുത്ത് അമ്മാനാടിയ ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ നോട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള തീക്ഷ്ണത മറികടക്കാൻ സാധിക്കാതെ ചലനമറ്റവനായിപ്പോയി. നേരത്തെ ഇന്ദ്രനെമാരിയായി. ഗുരുനാഥനെ വിളിച്ച് നിലവിളി കൂട്ടിയപ്പോൾ തപസ്വിയായിട്ടുള്ള അവളുടെ അടുത്ത് ഒരു കളി നടക്കില്ല. ഇപ്പോൾ അവളുടെ മനസ്സ് അളിഞ്ഞാൽ തന്നെ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സുകൊണ്ട് സമസ്താപരാധം പറഞ്ഞപ്പോൾ ചലനശക്തി വീണ്ടും കിട്ടി. ആ വേദവതി ഇദ്ദേഹത്തിനെ നോക്കി പറഞ്ഞു, തപസ്സിരിക്കുന്ന എന്നെ ഒരു ഉപദ്രവവും ഇല്ലാതെ കണ്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയ നമ്മളെ പോലും അതിഥി എന്നുള്ള ധർമ്മം വിട്ടിട്ട് അപകടകരമാം വിധത്തിൽ ആശ്ലേഷിക്കാൻ വന്ന മ്ലേച്ഛനായ താങ്കൾ തൊട്ട് അശുദ്ധമാക്കിയിട്ടുള്ള ഈ ശരീരം ഞാനിനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല, ഞാനിത് ഉപേക്ഷിക്കുകയാണ്. പക്ഷേ അയോനിജയായിക്കൊണ്ട് ഞാൻ ജനിക്കും. അന്ന് ഞാൻ മൂലം നിൻ്റെ കുലം നശിക്കും. ആ വേദവതി ജനക സന്നിധിയിൽ ആ ഭൂമിപുത്രിയായിക്കൊണ്ട് പെട്ടിയിലൂടെ വന്ന് അമ്മ പ്രസവിക്കാത്ത മകളായിക്കൊണ്ട് അങ്ങനെ ജനിച്ചു. സീത എന്നും ജനകപുത്രി എന്ന നിലയിൽ ജാനകി എന്നും അവൾക്ക് നാമധേയമുണ്ടായി. അവളെ ആ ഭഗവാൻ വരിച്ചു. അവളോട് ആ ഒരു ഉള്ള ആസക്തി പോവാതെ കണ്ട് ആ സഹോദരി മുഖേന തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും അത് കാരണമായിക്കൊണ്ട് കുലം നശിക്കുകയും ചെയ്തു. അങ്ങനെ ആ നിമവംശത്തിൽ ജനകൻ്റെ പിന്നെ ജനകനും കൗശികനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമുണ്ടായിട്ട് പരസ്പരം ശപിക്കുന്ന രീതികളുണ്ടായി. അതിനുശേഷം കുറേ കാലം കൊക്കും പൊന്മയുമായിട്ട് കഴിഞ്ഞതിന് ശേഷം പശ്ചാത്താപവിവശരായിക്കൊണ്ട് അവർ വീണ്ടും ഭഗവാന്റെ മധ്യസ്ഥയിൽ വീണ്ടും പൂർവ്വരൂപത്തെ പ്രാപിച്ചു. പിന്നീട് ചന്ദ്രവംശത്തിൽ ഉർവശി കാരണമായിക്കൊണ്ട് പുരൂരവസ് മുതലായിട്ടുള്ള ആളുകളൊക്കെ ജനിച്ചതായിട്ടുള്ള കഥകൾ. അതിനുശേഷം ഋജീകൻ ജമദഗ്നിയുടെ പുത്രനായിക്കൊണ്ട് പരശുരാമൻ. അതിൻ്റെ കാരണം ഏഹയ വംശത്തിൽ കരുത്തനായിട്ടുള്ളൊരു വിദ്വാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാർത്തവീര്യാർജുനൻ. 1000 കൈകളാണ്. ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് അദ്ദേഹം നേടിയെടുത്ത ദത്താത്രേയ മുനിയിൽ നിന്ന് വരം വാങ്ങി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി സന്തോഷിപ്പിച്ചു. അപ്പോഴേക്കും കുറേ കാലം കഴിഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷമായപ്പോഴേക്കും പല ആഗ്രഹം വെച്ചിട്ടാണ് അദ്ദേഹം ഇരുന്നത്. പിന്നെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടായി. പറഞ്ഞു, ഭഗവാനെ ഇപ്പം എനിക്കൊരു ആഗ്രഹം തോന്നുന്നത് എന്താണ്, അങ്ങയുടെ കൈകൊണ്ട് മരിക്കണം എന്നാണ് ആഗ്രഹം. പറഞ്ഞു, നല്ല കാര്യമില്ല. ഭഗവാനോട് പറയണേ, ഭഗവാൻ
എല്ലാം ഇത് വധിച്ചു തരണം, അങ്ങയുടെ കൈകൊണ്ട് വധിക്കപ്പെടണം എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഓ നല്ലൊരു വിഷമത്തിലായല്ലോ, ശരി സാരില്ല, അങ്ങനെ നിർബന്ധമാണെങ്കിൽ വഴിയുണ്ടാക്കാം, ഞാൻ അവതാരം എടുക്കുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെയും കൂടി പ്രാർത്ഥനയുടെ ഭാഗമായിക്കൊണ്ട് ജമദഗ്നീപുത്രനായിട്ട് ഭാർഗവരാമനായിട്ട് പരശുരാമനായിട്ട് ജനിച്ചു. ഇദ്ദേഹം പരശുരാമൻ്റെ ഗൃഹത്തിൽ, ജമദഗ്നി ഗൃഹത്തിൽ ഇദ്ദേഹം എത്തി. ആതിഥ്യം അരുളി. വിശിഷ്ടമായിട്ടുള്ള ആ ഭോജ്യങ്ങളും പാലും ഒക്കെ കിട്ടിയപ്പോൾ എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയോ ഭഗവാനെ, ഇതെന്താ അതിൻ്റെ കാര്യം എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവിടെയുള്ള കാമധേനുവിൻ്റെ പ്രഭാവമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല സാധനങ്ങൾ അനുഭവിക്കാനുള്ള അധികാരം രാജാവിനുള്ളതാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, ആ പശുക്കുട്ടീനെ അഴിച്ചു വന്നോളൂ, ഞാനത് കൊണ്ടുപോവാം. അത് കൊടുക്കാനുള്ളതല്ല, അത് യജ്ഞകോപമാണ്. ഞാനൊരു കാര്യം നോക്കി ഇഷ്ടപ്പെട്ട അത് കൊണ്ടുപോകും എന്നും പറഞ്ഞ് തടുക്കാൻ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചിട്ട് പശുവിനെ കൊണ്ടുപോയി. പരശുരാമൻ വന്ന് നോക്കിയപ്പോൾ ഗളമറ്റ് കിടക്കുന്നതായിട്ടുള്ള അച്ഛനെ കണ്ടു. കാരണക്കാരൻ ആളാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ യോഗപ്രഭാവം കൊണ്ട് വീണ്ടും ഗളം ചേർത്തി വെച്ച് ജീവിപ്പിക്കുകയും ചെയ്തു. നേരെ കാർത്തവീര്യാർജുനനെ വധിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ പിന്നീട് ആ ക്ഷത്രിയ വംശത്തെയൊക്കെ 10-21 തവണ അദ്ദേഹം ആ കണ്ട ആളുകളെ വധിച്ചിട്ട് ആ രക്തമൊക്കെ തളം കെട്ടിയിട്ട് വലിയൊരു തടാകം തന്നെ ഉണ്ടായി. അത് പിന്നീടത് പുണ്യതീർത്ഥമായിട്ട് മാറി, സമന്തപഞ്ചകം എന്ന പുണ്യതീർത്ഥമായിട്ട് മാറി എന്ന് പറയണം. അതിന് ശേഷമാണ് പിന്നെ യയാതി, ലേശം ബ്രഷുള്ള വംശമാണ് യയാതിയുടെ കഥ വരണത്.